ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാൽ ഡോക്ടറുടെ ആവശ്യം ഇല്ലാതാകുമോ? അസുഖം AI കണ്ടുപിടിക്കും, ചികിത്സ AI തീരുമാനിക്കും, സർജറി റോബോട്ട് ചെയ്യും. ഇതുണ്ടാകുമോ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം ഇത് ശരിയാണ്, ഇത് തെറ്റുമാണ്. ഹെൽത്ത് കെയർ ഫ്യൂച്ചറിസ്റ്റിലേക്ക് സ്വാഗതം. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പോഡ്കാസ്റ്റുകൾ. ഒരു 10ഓളം പോഡ്കാസ്റ്റുകളാണ് ഹെൽത്ത് കെയർ ഫ്യൂച്ചറിസ്റ്റിൻ്റെ ഈ AI ആൻഡ് ഹെൽത്ത് കെയർ എന്ന പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓരോ പോഡ്കാസ്റ്റും 7 മുതൽ 10 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്? നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. സാധാരണ സോഫ്റ്റ്വെയറുകളെല്ലാം പ്രീ ഡിഫൈൻഡ് റൂൾസ് ലോജിക്, അല്ലെങ്കിൽ പറയുന്ന കാര്യം അതേപടി ചെയ്യുന്നു. വേർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അത് സേവ് ചെയ്യുന്നു. മറ്റൊരു ഉദാഹരണം, നമ്മൾ എക്സൽ ഷീറ്റിൽ കുറേ ഡേറ്റ എൻ്റർ ചെയ്യുന്നു, അത് സേവ് ചെയ്യുന്നു. അത് ഭാവിയിൽ നമുക്ക് കാണാം. അതിന് ചില ഫോർമുലകൾ അപ്ലൈ ചെയ്താൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ മുതലായ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ പറയുന്ന എന്തും അതേപോലെ ചെയ്യുന്ന ഒന്നാണ് ട്രഡീഷണൽ സോഫ്റ്റ്വെയറുകൾ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, പരമ്പരാഗത സോഫ്റ്റ്വെയറുകൾ മുൻ നിശ്ചയിച്ച നിയമങ്ങളും യുക്തിയും അനുസരിച്ച് നമ്മൾ എന്ത് പറയുന്നു അത് ചെയ്യുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ അടിസ്ഥാനമാക്കി പാറ്റേണുകൾ പഠിക്കുകയും അതിന് പറ്റിയ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. AI എന്ന് ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എങ്കിലും പലരും ഇതിനെ ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസ് എന്നാണ് വിളിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ കഴിവുകൾ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അതിന് ഒരു കോംപ്ലിമെൻ്ററി ആയി പ്രവർത്തിക്കുന്നതാണ് AI. അതുകൊണ്ടാണ് അതിനെ ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലോട്ട് വരുന്ന 2-3 പദങ്ങളുണ്ട്. ഒന്ന് ജനറേറ്റീവ് AI, 2 നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, 3 നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ChatGPT. ഇനി എന്താണ് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് നോക്കാം. മനുഷ്യഭാഷ മനസ്സിലാക്കുവാനും പുതിയത് സൃഷ്ടിക്കുവാനും കമ്പ്യൂട്ടറിലെ പഠിപ്പിക്കുന്നതാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അഥവാ NLP. നമ്മൾ പറയുന്നത് മനസ്സിലാക്കുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും അതിന് ഉചിതമായ രീതിയിൽ പ്രതികരിക്കുവാനും ഇത് കമ്പ്യൂട്ടറുകളെ, മെഷീനുകളെ പ്രാപ്തമാക്കുന്നു. ഒരു ഉദാഹരണമാണ് ഐഫോണിലുള്ള സിറി എന്ന സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ആമസോണിലുള്ള അലക്സ എന്ന സോഫ്റ്റ്വെയർ. നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കി അതിനോട് ഉചിതമായ രീതിയിൽ പ്രതികരിക്കാൻ അവയെ പ്രാപ്തമാക്കുന്നത് NLP ആണ്. ഇനി രണ്ടാമതായിട്ടുള്ളതാണ് ജനറേറ്റീവ് AI. പഠിച്ച പാറ്റേണുകളുടെയും മറ്റ് ഉദാഹരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ പുതിയ ടെക്സ്റ്റ് ഉണ്ടാക്കുക, പുതിയ ഇമേജുകൾ സൃഷ്ടിക്കുക, പുതിയ സംഗീതം സൃഷ്ടിക്കുക, പുതിയ വീഡിയോകൾ സൃഷ്ടിക്കുക. അതായത് പുതിയ കണ്ടന്റ്, ഉള്ളടക്കം സൃഷ്ടിക്കാൻ കഴിവുള്ള ആ സാങ്കേതിക വിദ്യയാണ് ജനറേറ്റീവ് AI എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു നിർദ്ദേശം നൽകി അതിനെ അടിസ്ഥാനമാക്കി ഒരു പുതിയ ലേഖനം എഴുതുക, അല്ലെങ്കിൽ അതിന് ഉചിതമായ ഒരു കാവ്യം രചിക്കുക, ഒരു സംഗീതം രചിക്കുക, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നൽകിയാൽ അതിന് ഉചിതമായ ഒരു ഇമേജ് സൃഷ്ടിക്കുക. ഇതാണ് ജനറേറ്റീവ് AI. ഓപ്പൺ AI വികസിപ്പിച്ച ഒരു പ്രത്യേക തരം ജനറേറ്റീവ് AI മോഡലാണ് ChatGPT. 2021 വരെ ഇൻ്റർനെറ്റിൽ ലഭ്യമായ വിവരങ്ങൾ അടിസ്ഥാനമാക്കി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മനുഷ്യനെ പോലെ തന്നെ പ്രതികരിക്കുവാൻ കഴിവുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ChatGPT. ഉദാഹരണമായി, നിങ്ങൾ ഒരു ചോദ്യം, നിർദ്ദേശമോ നൽകിയാൽ ChatGPT അതിന് അനുയോജ്യമായ ഒരു ഉത്തരം ഇൻ്റർനെറ്റിൽ 2021 വരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് നമ്മളോട് പ്രതികരിക്കും. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ട്രാൻസ്ഫോർമർ എന്നറിയപ്പെടുന്ന ഒരു സങ്കീർണമായ സാങ്കേതിക വിദ്യയാണ്. നിങ്ങൾ ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യുമ്പോൾ അടുത്ത് വരാവുന്ന അതിന് അനുയോജ്യമായ വാക്കുകൾ സന്ദർഭവും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് അതിൻ്റെ അടുത്ത വാക്ക് തിരഞ്ഞെടുക്കുന്ന ആ സാങ്കേതിക വിദ്യയാണ് ഇത്. അതായത് നമ്മൾ വാട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് അടുത്തതായി വരാവുന്ന വാക്കുകൾ എന്തൊക്കെയാണ് എന്ന് തിരഞ്ഞെടുക്കുകയും അതിൽ ഈ സന്ദർഭത്തിന് അനുയോജ്യമായ വാട്ട് ഈസ് ആണോ വാട്ട് ആർ എന്നാണോ എന്ന് അത് തീരുമാനിക്കുകയും ഇത്തരത്തിൽ പദങ്ങൾ, ഓരോ വാക്കുകൾ തിരഞ്ഞെടുത്താണ് ChatGPT ഓരോ പുതിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആരോഗ്യരംഗത്ത് വളരെയധികം സാധ്യതകളുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസ്. ഇനി ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാം. അതായത് ChatGPT ഉപയോഗിച്ച് ഈ ChatGPTയുടെ ഫുൾ ഫോം എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ChatGPT എന്താണ് എന്ന് ഫുൾ ഫോം അറിയാത്തവർക്കായി
ChatGPT എന്ന് ഉദ്ദേശിക്കുന്നത് ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമറാണ്. ഇതാണ് ChatGPTയുടെ ഫുൾ ഫോം, ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമർ എന്ന സാങ്കേതിക വിദ്യയാണ് പുതിയ കണ്ടന്റ് വാക്കുകൾ അടുത്ത വാക്ക് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ട്രാൻസ്ഫോമർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ മുൻപ് പറഞ്ഞ ആ ഉദാഹരണത്തിലേക്ക് വരാം. ChatGPT ഉപയോഗിക്കുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്രസ്സ് പൂർണ്ണമായി ഒരു തവണ എൻ്റർ ചെയ്തു എന്ന് കരുതുക. ഉദാഹരണത്തിന്, എൻ്റെ അഡ്രസ്സ് ഡോക്ടർ ജിജി കുരുട്ടുകുളം, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ, നിയർ GTN ജംഗ്ഷൻ, ചുണങ്ങംവേലി, പിൻകോഡ് 683112. ഫോർ അപ്പോയിൻമെൻറ്റ്സ് കോൾ 0484-290-5100 or 0484-290-5111. ഇത്രയും വിവരങ്ങൾ ഒരു പ്രാവശ്യം ChatGPTയിൽ എൻ്റർ ചെയ്തു എന്ന് കരുതുക. ഇതിനെയാണ് പറയുന്നത് ലേണിംഗ് ഫ്രം കോണ്ടെക്സ്റ്റ്. അതായത് ഡോക്ടറുടെ ഹോസ്പിറ്റലിലെ അഡ്രസ്സ് ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്താൽ ഇത് ഡോക്ടറുടെ ഹോസ്പിറ്റലിലെ അഡ്രസ്സിൻ്റെ പൂർണ്ണ വിവരങ്ങളാണ് എന്ന് ChatGPT മനസ്സിലാക്കുന്നു. ഇതിന് ലേണിംഗ് ഫ്രം കോണ്ടെക്സ്റ്റ് എന്ന് പറയാം. ഇനി രണ്ടാമത് മനസ്സിലാക്കുന്നതാണ് കോണ്ടെക്സ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ChatGPTയോട് വാട്ട് ആർ യുവർ ഹോസ്പിറ്റൽ കൺസൾട്ടേഷൻ അവേഴ്സ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഈ ചോദ്യം ഡോക്ടർ ജിജി കുരുട്ടുകുളം വർക്ക് ചെയ്യുന്ന രാജഗിരി ആശുപത്രിയിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കൺസൾട്ടേഷൻ അവേഴ്സ് അല്ലെങ്കിൽ ക്ലിനിക് അവേഴ്സ് ആണ് എന്ന് മനസ്സിലാക്കുക എന്നതിനെയാണ് കോണ്ടെക്സ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ളതാണ് അഡാപ്റ്റീവ് റെസ്പോൺസസ്. അതായത് ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ OPD സമ്മറി അല്ലെങ്കിൽ ഒരു ലെറ്റർ ChatGPTയോട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അത് ആ ലെറ്ററിൽ പ്രത്യേക മാർഗനിർദ്ദേശങ്ങളില്ലാതെ തന്നെ ഈ അഡ്രസ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യും ChatGPT. ഇതിനെയാണ് അഡാപ്റ്റീവ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി പേഴ്സണലൈസ്ഡ് ഇൻറ്ററാക്ഷൻസ് 4. അതായത് ChatGPTയോട് ഐ വുഡ് ലൈക്ക് ടു കൺസൾട്ട് ഡോക്ടർ ജിജി എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനടി ഈ വിവരങ്ങൾ കൃത്യമായി ഡോക്ടർ ജിജീസ് കൺസൾട്ടേഷൻ ടൈം ഡീറ്റെയിൽസ് എല്ലാം ഇതാണ് എന്ന് ഉത്തരം നൽകുന്നതിനെയാണ് പേഴ്സണലൈസ്ഡ് ഇൻറ്ററാക്ഷൻ. 5. കണ്ടിന്യൂസ് ലേണിംഗ്. ChatGPTയോട് കൂടുതൽ സംവദിക്കുന്ന സമയത്ത് കൂടുതൽ വിവരങ്ങൾ പഠിക്കുവാനും അതിനനുസരിച്ച് അത് അഡാപ്റ്റ് ചെയ്യുവാനും അതിൻ്റെ ഉത്തരങ്ങൾ കൂടുതൽ കൃത്യതയോടെ, അതായത് ഞായറാഴ്ച അവധിയാണ് എന്നുള്ള ഒരു വിവരം നൽകിയാൽ തുടർന്നുള്ള എല്ലാ ഉത്തരങ്ങളിലും സൺഡേ ഈസ് എ ഹോളിഡേ ഓർ ദർ ഇസ് നോ കൺസൾട്ടേഷൻ ഓൺ സൺഡേ, ഫോർ എമർജൻസീസ് കോൺടാക്ട് ദി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ നമ്പറും വിവരങ്ങളും. ഈ വിവരങ്ങളെല്ലാം നൽകുന്നതനുസരിച്ച് തുടർന്നു വരുന്ന ഉത്തരങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വിവരങ്ങൾ, അതായത് ഉദാഹരണത്തിന് ഐ വുഡ് ലൈക്ക് ടു കൺസൾട്ട് ഡോക്ടർ ന്യൂറോളജിസ്റ്റ് എന്ന് ആസ് ആൻ എമർജൻസി എന്ന് പറഞ്ഞാൽ ഉടനെ അതിൻ്റെ ഉത്തരം ഫോർ എമർജൻസി പ്രോബ്ലംസ് പ്ലീസ് കോൺടാക്ട് രാജഗിരി ഹോസ്പിറ്റൽ എമർജൻസി എന്നും അതിൻ്റെ നമ്പർ നൽകുന്നതിനെയാണ് കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്നത്. 5 രീതിയിലാണ് ഞാൻ മുൻ പറഞ്ഞ 1 ലേണിംഗ് ഫ്രം കോണ്ടെക്സ്റ്റ്, 2 കണ്ടക്സ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, 3 അഡാപ്റ്റീവ് റെസ്പോൺസസ്, 4 പേഴ്സണലൈസ്ഡ് ഇൻറ്ററാക്ഷൻസ് ആൻഡ് 5 കണ്ടിന്യൂസ് ലേണിംഗ്. ഇത്തരത്തിലുള്ള ChatGPTയുടെ കഴിവുകൾ ആരോഗ്യരംഗത്തുള്ള പല കാര്യങ്ങളെയും കൂടുതൽ കാര്യക്ഷമമാക്കുവാനും പ്രത്യേകിച്ച് ആശയവിനിമയങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുവാനും രോഗികളെയും മറ്റ് ഉപഭോക്താക്കളെയും പൊതുജനങ്ങളെയും കൂടുതൽ ഫലപ്രദമായി സഹായിക്കുവാനും ChatGPT ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കഴിയും. അപ്പം ഞാൻ ആദ്യമേ ചോദിച്ച ചോദ്യത്തിന് അല്ലെങ്കിൽ ആ സംശയത്തിന് മറുപടി പറയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡോക്ടറുടെ ജോലി ഇല്ലാതാക്കുമോ? അതിൻ്റെ ഉത്തരം ശരിയെന്ന് പറയാൻ കാര്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു ഡോക്ടർ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് അത് ഉപയോഗിക്കാത്ത ഒരു ഡോക്ടറെക്കാൾ 10 മടങ്ങ് കൂടുതലായിരിക്കും. പക്ഷേ ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ഡോക്ടർക്ക് പകരമാകില്ല എന്നതാണ് സത്യം. അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഓരോ ഉദാഹരണ സഹിതം എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആരോഗ്യരംഗത്ത് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് വിശകലനം ചെയ്യാം. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. സ്നേഹപൂർവ്വം, ഡോക്ടർ ജിജി കുരുട്ടുകുളം.